നമസ്തേ. ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ചയാകുന്നത് ക്ഷേത്ര ദർശനത്തിന്, ദേവാലയ ദർശനത്തിന് ഷർട്ട് ധരിക്കാമോ എന്നുള്ളതാണ്. പല പ്രധാന ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചുകൂടാ എന്നൊരു ആചാരം നിലവിലുണ്ട്. അതിന് പല രീതിയാണ് പറയുന്നത്. ഈശ്വരൻ്റെ ചൈതന്യം നെഞ്ചിൽ പതിക്കും, അത് നമുക്ക് ലഭ്യമാകാൻ ഷർട്ട് ധരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കതിൽ അത്ഭുതം തോന്നും. ആ ഒരു ചൈതന്യം ഒരു വസ്ത്രത്തിൽ, ഒരു തുണിയിൽ കൂടി കടന്നു പോകാൻ പറ്റാത്തതാണോ? നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതങ്ങനെ ഉള്ളൊരു കാര്യമല്ല. പണ്ട് കാലങ്ങളിൽ വസ്ത്രങ്ങളുടെ കുറവ് കൊണ്ടായിരിക്കാം ബുദ്ധിയുള്ളവർ, പൂർവികർ അങ്ങനെയൊക്കെ ചിന്തിച്ച് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു കാര്യവും അതിൽ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു, ഇല്ലായ്മയുടെ ഒരു കാലം. അപ്പോൾ ദേഹശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, ഇതൊക്കെയാണ് നമുക്ക് അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ വസ്ത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ വസ്ത്രം ഇല്ലാതെ ദർശനം നടത്തിയാൽ കൂടുതൽ അനുഗ്രഹം കിട്ടും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അമ്പലങ്ങൾ, വലിയ വലിയ തിരക്കുള്ള, ഭയങ്കരമായ തിരക്കുള്ള ശബരിമല, കാളഹസ്തി, തിരുവണ്ണാമല, അതുപോലുള്ള വലിയ അമ്പലങ്ങളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടില്ല. സൈഡ് തിരിഞ്ഞ് ഒരു വശത്ത് നിന്നേ തൊഴാവൂ. ശബരിമലയിലൊക്കെ അങ്ങനെയൊക്കെ നടക്കും. കൂടിയൊക്കെ തള്ളി ഉന്തിയൊക്കെയാണ് വിടുന്നത്. അവിടെ അങ്ങനെ സൈഡ് തിരിഞ്ഞ് നിന്ന് തൊഴാനെന്നുള്ള ആ ഒരു രീതി പോലും നടക്കുന്നില്ല. അത് ഇത്ര ഡിഗ്രി ചരിഞ്ഞു നിന്നാലേ ആ ഒരു ദർശനം ക്ലിയർ ആകൂ, അല്ലെങ്കിൽ അത് ഭയങ്കര മൈനസായ പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ പറയുന്നൊരു രീതിയുമുണ്ട്. അപ്പോൾ നമ്മളത് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഈ പറയുന്ന ഈ വലിയ അമ്പലങ്ങളിൽ എത്രത്തോളം നമുക്ക് സൈഡ് തിരിഞ്ഞു നിന്ന് തൊഴാനൊക്കെ പറ്റുമെന്ന്. എങ്ങനെയൊക്കെ തള്ളി ഉന്തി നമ്മൾ മുന്നേ എത്തുന്നു. എവിടെ കൂടിയൊക്കെ അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവർ ദർശനം കിട്ടിയതും കിട്ടാതെയൊക്കെ തള്ളി ഉന്തി വിടുന്നു. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ ഉള്ളത് കൊണ്ട്, ഇങ്ങനെ ഷർട്ട് ധരിച്ചുകൂടാ എന്നുള്ളത് കൊണ്ട് പല യുവാക്കളും അമ്പലങ്ങളിൽ പോകാൻ മടിക്കുന്നു. സ്വകാര്യതയാണ്. നമ്മളെ ശരീരത്തിൻ്റെ ശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും അതൊക്കെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മളത് ഷർട്ട് ധരിച്ചാൽ അങ്ങനെ തെറ്റൊന്നുമില്ല. പക്ഷെ അത് പലയിടത്തും പല രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൂടാത്തടത്ത് നമ്മൾ പോയി ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ഓരോരുത്തരും തീരുമാനിച്ച് വരേണ്ടുന്ന കാര്യമാണ്. അതങ്ങനെ മാറി വന്നാൽ നല്ലത്. അപ്പോൾ കൂടുതൽ തിരക്കുകളുണ്ടാകും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പലർക്കും ഷർട്ട് ധരിക്കാതെ കയറുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് ചിലർക്കത് പറ്റിയെന്ന് വരില്ല. അത് സ്വകാര്യതയാണ്. ഇവരുടെ ശരീരം പുറത്ത് കാണിക്കുന്നതിൻ്റെ വിയർപ്പ്, മറ്റൊരാളിൻ്റെ ദേഹത്ത് തട്ടുക, അതൊക്കെ വരുമ്പം ആ ഒരു ബുദ്ധിമുട്ടും കൂടെ മാറിക്കിട്ടും. അപ്പോൾ അത് ധരിക്കാൻ പറ്റുന്നിടത്ത് നമുക്ക് ധരിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ചിലയിടത്ത് അത് ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അത് നമ്മൾ ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് കേട്ടാൽ മാറ്റാൻ പറ്റുന്ന കാര്യവുമില്ല. അതുകൊണ്ട് ഈശ്വരനിൽ അതൊരു പ്രശ്നവും കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈശ്വരന് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും അതിലില്ല. പഴയ കാലത്തുള്ള ഈ ഒരു രീതി ആകണം. അല്ലാതെ വേറൊരു മാർഗവും ശാസ്ത്രീയമായിട്ട് ഇതിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആ ഒരു പ്രസരിപ്പ്, ആ ചൈതന്യത്തിൻ്റെ പവർ നമുക്കത് ഒരു തുണിയിൽ കൂടി കടന്ന് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. നന്ദി, നമസ്തേ.